അതുപോലെ റഷ്യയും പെട്ടുപോയ യുദ്ധമാണ് അഫ്ഗാനിലുണ്ടായത്. 1979 മുതൽ 89 വരെയുള്ള 10 വർഷക്കാലമാണ് റഷ്യൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിപ്പോയത്. 1978 അഫ്ഗാനിസ്ഥാനിലെ ഭരണം പിടിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ PDPയെ സംരക്ഷിക്കാനാണ് റഷ്യൻ സൈന്യം അഫ്ഗാനിലേക്ക് കടന്നത്. യാതൊരുവിധ ജനകീയ പിന്തുണയില്ലാത്തതും കടുത്ത മതവിരുദ്ധവുമായ ഈ ഭരണകൂടത്തിനെതിരായി ഉയർന്ന അഫ്ഗാൻ മുജാഹിദിന്റെ പ്രതിഷേധം വളർന്നാൽ അത് ഇസ്ലാമിക തീവ്രവാദമായി റഷ്യയിലേക്ക് പടരും എന്നുകൂടി ഭയന്നാണ് റഷ്യൻ സൈന്യത്തിന് അഫ്ഗാനിലേക്ക് എത്തേണ്ടി വന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് നിസ്സാരമായി ഈ മുജാഹിദീൻ സംഘടനയെ അടിച്ചൊതുക്കാമെന്ന് റഷ്യ കരുതിയിരുന്നെങ്കിലും ഇവർ അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും പിന്തുണയോടെയും അമേരിക്കൻ ആയുധങ്ങളുടെയും ബലത്തിൽ പോരാടിയതോടെ ഈ ഇസ്ലാമിസ്റ്റുകളെ നേരിടുക എന്നത് റഷ്യക്ക് വലിയൊരു പ്രശ്നമായി മാറുകയാണ് ഉണ്ടായത്. ഈ യുദ്ധത്തിൽ 15,000-ലധികം സൈനികർ കൊല്ലപ്പെടുകയും 10,000-കണക്കിന് റഷ്യൻ സൈനികർക്ക് പരിക്കേൽക്കുകയുമാണ് ഉണ്ടായത്. തന്നെയുമല്ല, റഷ്യക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ യുദ്ധം വരുത്തിവെച്ചത്. രാജ്യത്ത് പ്രതിഷേധങ്ങൾ വളരുകയും യുദ്ധം ചെയ്യാൻ തന്നെ സൈനികരുടെ മനോവീര്യം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ യുദ്ധമാണ് പ്രധാനമായും 1991 റഷ്യയുടെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് പറയേണ്ടതുണ്ട്. ഇന്ന് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നതും ഇതേ അവസ്ഥയാണ്. ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചാൽ പോലും ഇസ്രായേലും റഷ്യക്ക് സംഭവിച്ചതുപോലെ തന്നെയുള്ള ഈ തകർച്ച നേരിടേണ്ടി വരും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഈ യൂണിയനിലുള്ള പല രാജ്യങ്ങളും നാറ്റോയിലേക്ക് ചേർന്നത് റഷ്യക്ക് തടയാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ചേരുന്നത് റഷ്യയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് റഷ്യ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്ത രാജ്യമായ ഉക്രൈനും നാറ്റോയിലേക്ക് ചേരാൻ ശ്രമിക്കുന്നത്. ഉക്രൈനും നാറ്റോയിൽ ചേരുക എന്ന് പറയുന്നത് ഈ നാറ്റോ സൈന്യം റഷ്യയുടെ തൊട്ടടുത്ത് എത്തുക എന്നുള്ളത് തന്നെയാണ്. തന്നെയുമല്ല, പരമ്പരാഗതമായി റഷ്യയുമായി ഉക്രൈന് വലിയൊരു ബന്ധമുണ്ട്. റഷ്യയുടെ ഒരു ഭാഗം എന്ന പോലെയാണ് റഷ്യ ഈ ഉക്രൈനെ പരിഗണിച്ചിരുന്നത്.